ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഈ പഠന ക്ലാസ്സിലേക്ക് കൂടി വരുവാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കാനോനിക്കൽ അവർലി പ്രേയേഴ്സ് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സബ്ജക്റ്റ്. എനിക്കത് വളരെ സന്തോഷം തോന്നി. ഈ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം നിന്നുകൊണ്ട് നമ്മുടെ പഠന ക്ലാസ്സുകൾ ക്രമീകരിക്കുവാനായിട്ട് ഇടയായത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒത്തിരി അങ്ങ് പഠിക്കുന്നതിനേക്കാളും പഠിക്കുന്ന കാര്യം ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ് എടുത്തത് അതിൻ്റെ സ്ലൈഡ്സ് ഒന്നുകൂടെ നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത സ്ലൈഡ് എടുക്കും. ഓക്കെ, നമ്മുടെ വെസ്പേഴ്സിനെ പറ്റി നമ്മൾ വെൽക്കം സ്പീച്ചാണ് വന്നേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ടൈം ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫോണുകള്, നിങ്ങളുടെ ഡിവൈസസ് എല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കണേ. നമ്മള് സന്ധ്യാനമസ്കാരം മുതലുള്ളതാണ് നമ്മൾ തുടങ്ങിയത്. അതിനകത്ത് അതിൻ്റെ പഴയ നിയമത്തിൽ നിന്നുള്ള കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. അതിനകത്ത് എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഞാൻ എഴുതിയപ്പം വന്നത് സാംസ് 57 എന്നെഴുതിയ ഒരെണ്ണം 55 ആണ്. 55, that's correct. അത് 55. അത് ഞാൻ അന്ന് തന്നെ പറയണമെന്ന് ഓർത്തിരുന്നു അച്ഛനോട്. അത് തന്നെ ഞാനത് പിന്നീട് എനിക്ക് ബൈബിൾ വാക്യങ്ങൾ തെറ്റിപ്പോകുന്നത് ഒട്ടും ഇഷ്ടമില്ല, അത് ചെയ്യുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ നോട്ടീസ് ചെയ്തു. ഞാനത് അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു. 55-ാം സങ്കീർത്തനത്തിലാണ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു. നമുക്കൊരു പാട്ട് തന്നെ ഉണ്ടല്ലേ, പക്ഷെ പാട്ടിനകത്ത് തിരിച്ചെഴുതിയേക്കുന്നത് കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും നേരത്തും സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരയും. അത് ഈ പാട്ടുകാർക്ക് തിയോളജി അത്രയും അവര് ചിന്തിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് സന്ധ്യയ്ക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയുന്നു. അപ്പം വി ആർ സ്റ്റാർട്ടിങ് അവർലി പ്രേയേഴ്സ് ഫ്രം ഈവനിങ് അല്ലേ. ജനസിസിൽ നമ്മൾ വായിക്കുന്നുണ്ട് സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം എന്നുള്ളതാണ്. അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ലിറ്റർജിക്കൽ ഡേ ആരംഭിക്കുന്നത്. ഇന്ന് സെക്കുലർ ഡേ വ്യാഴാഴ്ച സന്ധ്യ ആണെങ്കിലും ഇന്നുമായിട്ട് നമ്മൾ നടത്തുന്നത് കാനോനിക്കൽ പ്രേയർ നടത്തുന്നത് വെള്ളിയാഴ്ച സന്ധ്യയുടെ നമസ്കാരം നടത്തുന്നത്. അതുകൊണ്ട് വെസ്പേഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇൻ ദ ചർച്ച് അറ്റ് ദിസ് ടൈം ഓഫ് ഡേ sun sets, we traditionally gather in the church to give thanks for. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. സന്ധ്യയ്ക്ക് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തിയോളജി മാത്രമല്ല സാധാരണ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. സൂത്താറായ്ക്ക് രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ 2 സൈഡിലായിട്ട് തിരി വെക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വാച്ച് എന്നുള്ളതാണ് സൂത്തോറോ എന്ന വാക്കിൻ്റെ അർത്ഥം. കാവൽ എന്നുള്ളതാണ്. കാവൽ മാലാഖമാരെ അയച്ച് ദൈവം നമുക്ക് കാവൽ ചെയ്യുന്നു, സന്ധ്യയ്ക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ തക്കവണ്ണം. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് സൂത്തോറോ എന്നുള്ള വാക്ക് എന്നുള്ളത് പറഞ്ഞു. ശയന നമസ്കാരം അതിനുശേഷം നമ്മൾ കരുണയുള്ള ദൈവമേ എന്നുള്ളത് ചൊല്ലി നടത്താറുണ്ട്. അപ്രൈമിൻ്റെ ബോസോ ഞങ്ങൾക്കുള്ള കർത്താവെ ജ്ഞാനഹീനത്തിരി ഒഴിഞ്ഞിട്ട് അതോടൊപ്പം ഈ 4-ാം സങ്കീർത്തനവും വായിച്ച് ശുദ്ധമുള്ള പിതാവേയും ചൊല്ലിയാണ് സാധാരണ ശയന നമസ്കാരവും അവസാനിപ്പിക്കുന്നത്. അടുത്തത് രാത്രി നമസ്കാരത്തിനകത്തെ 4 അവർലി പ്രേയേഴ്സ് വരാനുണ്ടായ ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനെപ്പറ്റി വിശദമായിട്ട് ക്ലാസ്സിനകത്ത് ഞാൻ പറയുകയും ചെയ്തു. അറ്റ് മിഡ് നൈറ്റ് ഐ വിൽ റൈസ് അപ്പ് ആൻഡ് പ്രേസ് യു. 119-ാം സങ്കീർത്തനം 62-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ
പ്രാർത്ഥനകൾ നിനക്ക് കഴിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് 3 വാച്ചസ് ആയിരുന്നു ആദ്യ സമയത്ത്. പിന്നീട് ഈ റോമൻ ഇൻഫ്ലുവൻസും കൂടെ വന്നതുകൊണ്ടാണ് 4 വാച്ചസ് എന്നുള്ളതും. പത്രോസിനോട് 3 വട്ടം കോഴി കൂവും മുമ്പേ നീ എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞത് അതാ വാച്ചേഴ്സ് മാറി വരുന്ന അവർലി ടൈമിൻ്റെ സമയത്ത് നടന്ന ബ്യൂഗിള് അവർ ഹൗൾ ചെയ്തതാണെന്ന് ഒരു വേർഷനുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം 4 യാമങ്ങളായിട്ടാണ് രാത്രി നമസ്കാരം നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരുടെയും സൈന്യം പിടിക്കുകയും യേശുക്രിസ്തുവിനെ സന്നദ്രീം സംഘത്തിലും, ആദ്യം ഹന്നാവ് കയ്യാഫാവ് സന്നദ്രീ സംഘം, പീലാത്തോസ്, ഹെരോദാവ്, പീലാത്തോസ് തുടങ്ങിയുള്ള ഈ 4-5 നീതി ന്യായ കോടതി എന്നാണ് പറയേണ്ടത്, അന്യായ കോടതി എന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ആ കോടതികളിലെല്ലാം മാറി മാറി വിധിച്ചതിനെയൊക്കെ ഓർക്കുന്നതായ സമയമാണ് മിഡ് നൈറ്റ് പ്രയർ എന്നുള്ളത് ഓർത്തിരിക്കുക. അതിനകത്ത് 4-ാം കൗമ തുടങ്ങുന്ന സമയത്താണ് ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി എന്നുള്ള സമയത്താണ് നമ്മൾ തിരികത്തിക്കുകയും പള്ളിയിലാണ് മറവലിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ സമയം 4-ാം കൗമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഉയർപ്പിൻ്റെ പ്രഖ്യാപനം നടത്തുന്നതായ സമയമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഉയർപ്പിൻ്റെ പ്രഖ്യാപനം നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്മസിൻ്റെ സമയത്ത് ഏത് സമയത്താണ് നമ്മൾ പ്രൊസഷനൊക്കെ നടത്തുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? രാത്രി നമസ്കാരത്തിൻ്റെ മാലാഖമാരുടെ സ്തുതിപ്പിന് തൊട്ട് മുമ്പായിട്ട് കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ പോയി എവങ്കേലിയം വായിച്ച് തീജ്വാല ശുശ്രൂഷ നടത്തി അവിടെ നിന്നാണ് അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത്. മോറാനേശ്വശിക എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അത് പൂർത്തീകരിച്ച് ആണ് നമ്മൾ തിരികെ വന്ന് വീണ്ടും പ്രഭാത നമസ്കാരമൊക്കെ നടത്തിയിട്ടാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. രാത്രി നമസ്കാരത്തോട് ചേർന്ന് വരുന്ന അപ്പോൾ 4-ാം കൗമായിൽ കർത്താവിൻ്റെ റിസറക്ഷൻ ഓർക്കുന്നു. അതിൻ്റെ എൻഡിൽ കർത്താവിൻ്റെ സ്വർഗീയ ആട്ടിടയന്മാരുടെ ആ ഒരു സ്വർഗീയ മാലാഖമാരിറങ്ങി വന്ന് അവിടെയൊക്കെ എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വിങ്ങി വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെസ്സേജ് പ്രയോജനപ്പെടുമെന്ന് ഓർത്ത് ഞാൻ പറയുക. ഈ പലരും ഇന്നും മനോഭാരത്തോടു കൂടി നിന്ന് എന്നെ കേൾക്കുന്നവരുണ്ടാവും. ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ദൈവവചനം നമുക്ക് വലിയ സൂത്തിങ്ങാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും മനോഭാരം കാണും പലർക്കും. നമ്മൾ ഒറ്റപ്പെട്ടു പോയി, അല്ല നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങളൊരു വലിയ കണ്ണുനീരോട് കൂടിയായിരിക്കും ഇന്ന് മടങ്ങി വന്നിത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അല്ല ഇപ്പം ജോലി സ്ഥലത്ത് ഇരുന്ന് കേൾക്കുന്നവർ തന്നെ ഒത്തിരി ഭാരങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ പറയാനുള്ള സന്ദേശം ഇതാ: ഈ ആർക്കും വേണ്ടാതെ മെയിൻ സ്ട്രീമിലോ പിവോട്ടിലോ അല്ലെങ്കിൽ ലൈം ലൈറ്റിലോ ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാരെ ഈ ആട്ടിടയന്മാരെന്ന് പറയുന്നത്, അവര് ചുമ്മാ ഗുഹയിൽ ആർക്കും വേണ്ട ആടുജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. ആർക്കും വേണ്ട കിടന്നിടത്താം. യേശുക്രിസ്തു വന്ന് പിറക്കുന്നത് നമ്മുടെ നടുവിലാണ് കേട്ടോ. നിങ്ങളുടെ കണ്ണുനീരോടെ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ പേടിക്കണ്ട, കർത്താവ് വരുന്നുണ്ട്. ബേത്സദ കുളത്തിൻ്റെ കലയിൽ ഒരു മനുഷ്യൻ കിടന്നു 38 വർഷമായിട്ട്. യേശുക്രിസ്തു അവനെ സൗഖ്യമാക്കാൻ വരുമ്പോൾ മാക്സിമം 33 വയസ്സേ ഉള്ളൂ കർത്താവിന്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ കിടക്കാൻ തുടങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കർത്താവ് ഇതുപോലെ ജനിച്ച്. അത് കഴിഞ്ഞ് 38-ാമത്തെ വർഷം അവൻ്റെ അടുത്ത് വരുന്നത്. ഈ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രിസ്തു ജനിക്കുന്നുണ്ട്. അത് ഒരു സന്ദേശമായിട്ട് മനസ്സിലേറ്റ് എടുക്കുക കേട്ടോ. ആണ് രാത്രി നമസ്കാരം. ഓക്കെ, പിന്നെ മുന്നോട്ട് പോട്ടെ. മാറ്റിൻസ് പ്രഭാത നമസ്കാരത്തിൽ അടുത്തത് പ്രഭാത നമസ്കാരമാണ്. 63-ാം സങ്കീർത്തനം 1-ാം. ഈ സ്ലൈഡ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാൽ മതി. പറഞ്ഞധിക സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രവേശിക്കാം. അതുകൊണ്ട് പ്രഭാതം, പുതിയ പുലരി എന്ന് പറയുന്നത് കർത്താവ് നിന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതായി വരുന്നു എന്നാണ് ലാമന്റേഷൻസിൽ നമ്മൾ വായിക്കുന്നത് അല്ലേ. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 2-ാം അധ്യായമാണെന്ന് തോന്നുന്നു, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം. അതെ 2:19. അതെ,
2-ാം അധ്യായം 19-ാം വാക്യം. അതിനകത്ത് പറയുന്ന രാത്രി വാക്യം രാത്രി വായിക്കും. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. ഭീതികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. യഹോവയുടെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതുതായി വരുന്നു എന്നൊരു വാക്യമുണ്ട്. അതാ വായിക്കണ്ടേ? 2:19 അല്ല അല്ല അല്ല, ഞാൻ എഴുതിയതല്ല, എഴുതാതെ ഇപ്പം മനസ്സിൽ നിന്ന് പറഞ്ഞതാ. അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. യഹോവ ആരോടാകുന്നു നീ ഇങ്ങനെ? ലാമെന്റേഷൻസ് 3:22. വായിക്കട്ടെ അച്ഛാ? വായിച്ചേ ജിജി. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. അത്രേ ഉള്ളു കാര്യം. രാവിലെ പ്രാർത്ഥിക്കേണ്ട കാര്യം മുടിഞ്ഞു പോകാതെ രാവിലെ എഴുന്നേറ്റ് അവന്റെ കരുണ, ദ മേഴ്സി ഓഫ് ഗോഡ്, അത് രാവിലെ തോറും പുതിയതായിട്ട് വരുന്നു എന്നാണ് വായിക്കുന്നത്. എന്തോ കരുണയും കൃപയും തമ്മിൽ വ്യത്യാസം? ഗ്രേസ് ആൻഡ് മേഴ്സി എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. ഗ്രേസ് എന്ന് പറയുന്നത് വാട്ട് വി ആർ ഗെറ്റിംഗ് ദാറ്റ് വി ഡോണ്ട് ഡിസേർവ്. എനിക്ക് അർഹതയില്ലാത്തൊരു കാര്യം കിട്ടുന്നതാ കൃപ. മനസ്സിലായോ? ഇപ്പം എനിക്ക് അർഹതയില്ലാത്തൊരു കാര്യമല്ല സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് തരുന്ന ഒരു ഗിഫ്റ്റാ കൃപ എന്ന് പറയുന്നത്. എന്നാൽ കരുണ എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? എനിക്ക് അർഹതയുള്ളൊരു കാര്യം കിട്ടാതിരിക്കുന്നതാ. ഐ എം നോട്ട് ഗെറ്റിംഗ് സംതിങ് ദാറ്റ് ഐ ഡിസേർവ്. ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാന്ന്? എനിക്ക് ഇപ്പം നിങ്ങളോട് ഇപ്പം ചോദിക്കുക, MMVS കാരോട് ചോദിക്കുക, PC ജോർജ് അച്ഛന് കിട്ടാൻ അർഹതയുള്ളതിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അച്ഛന് 2 അടിയുടെ കുറവുണ്ടെന്ന് പറയും അല്ലേ? കിട്ടാൻ അർഹതയുള്ളത് അതാണ്. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത് അടികളെയും നിൻ കോപത്തിൻ വടികളെയും എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയുള്ളത് അടി കിട്ടാൻ. എപ്പോഴായി കിട്ടുന്നത്? ഓൺ ദ ജഡ്ജ്മെന്റ് ഡേ. ആ ന്യായവിധിയുടെ ദിവസം കർത്താവേ ഹാവ് മേഴ്സി അപ്പോൺ us സിന്നേഴ്സ്. കർത്താവേ പാപികളായ ഞങ്ങളോട് കരുണ. ആ കരുണ എന്ന് പറയുന്നത് എനിക്ക് അർഹതയുള്ളത് ദൈവം തരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കരുണ. എനിക്ക് കിട്ടാൻ അർഹതയുള്ളത് ഇതാണ് കർത്താവ്, എൻ്റെ സ്വഭാവം വെച്ചിട്ട് നീ എന്നെ ശിക്ഷാവിധിക്ക് അർഹനാക്കി തീർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കരുണ. അപ്പൊ രാവിലെ തോറും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. രാവിലെ തോറും എല്ലാ രാവിലെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ്. അപ്പം കുറിയലൈസോൻ ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ. അത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 പേര് പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ ചുങ്കക്കാരൻ, മറ്റവൻ പരീശൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. തന്നോട് തന്നെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയെല്ലാം അവനിൽ തന്നെ അവസാനിക്കുക. എന്തോ ദൈവമേ പിടിച്ചു പറിക്കാർ, വ്യഭിചാരികൾ, മോഷ്ടാക്കൾ, മറ്റുള്ള ശേഷം മനുഷ്യരെ പോലെയോ ആ പള്ളിയുടെ പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാതിരിക്കുക. നിന്നെ സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പക്ഷെ എന്നാ പറ്റി? ചുങ്കക്കാരനോ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും സാധിക്കാത്ത മാറത്തടിച്ചു. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ. റിയലൈസ് ഒറ്റ പ്രാർത്ഥന. അവൻ നീതീകരിക്കപ്പെട്ടവനായി, രക്ഷിക്കപ്പെട്ടവനല്ല, നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലോട്ട് പോയി. രക്ഷിക്കപ്പെടുന്ന കാര്യമൊക്കെ പിന്നെ പറഞ്ഞു തരാം. രക്ഷിക്കപ്പെടാനൊന്നും പറ്റിയില്ല ഇവിടുങ്ങുമാർക്കും. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം എപ്പോഴും, എല്ലാം കരുണയ്ക്ക് വേണ്ടി കുറിയലൈസ് എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടെങ്കിലും രാവിലെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ ദയയാകുന്നു. അതുകൊണ്ട് അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. രാവിലെ തോറും അത് പുതിയതായി പുതിയ 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 കരുണ, പുതിയ കരുണ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞു പുതിയ കരുണ കർത്താവേ, പുതിയ കരുണ, പുതിയ കരുണ. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം എപ്പോഴും കേട്ടോ. അതാണ് രാവിലത്തെ പ്രാർത്ഥന. ബാക്കി അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത അവർലി പ്രയർ എന്ന് പറഞ്ഞാൽ 3rd അവർ പ്രയറാണ്. 3-ാം മണി സമയത്ത് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം മണി അവനെ ക്രൂശിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്.
കർത്താവിൻ്റെ ക്രൂശീകരണം, അതായത് മറ്റൊരു 6 മണി സമയത്ത് അവൻ 3 മണി സമയം മുതൽ 6 മണി സമയം അതിനിടയ്ക്കുള്ള സമയത്താണ് കുരിശിക്കുന്നത്. 6 മണി സമയം മുതൽ അവൻ കുരിശിൽ ഏറ്റപ്പെട്ട 6 മണി സമയം മുതൽ 9 മണി സമയം വരെ ദേശത്ത് മുഴുവൻ ഇരുട്ടുണ്ടായി എന്നുമാണ് വായിക്കുന്നത്. അതുകൂടാതെ ഞാൻ പറഞ്ഞു 3 മണി സമയത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് കിട്ടിയ സമയമാണ്. പെന്തക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയ സമയമാണ്. അതും നമ്മൾ കണ്ടു. അടുത്തതിലേക്ക് പോവാം. 6 മണി സമയം മുതൽ 9 മണി സമയം നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതാണ് ഉച്ചനമസ്കാരം നടത്തുന്ന സമയത്ത് നമ്മൾ തിരി കത്തിക്കുകയോ മറ വലിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോണം. പള്ളിക്കകത്ത് പോയി നിന്ന് ഉച്ചനമസ്കാരമൊക്കെ നടത്തുന്ന സമയത്ത് അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങ് പ്രാർത്ഥിച്ചോണം. അതുകൊണ്ട് ആ ദുഃഖവെള്ളിയാഴ്ച 6 മണി സമയമാകുമ്പോൾ ബാക്കി തിരിയെല്ലാം കെടുത്തി സ്ലീബ പ്രൊസഷൻ ഒന്ന് നടത്തി അകത്ത് വന്നതിന് ശേഷം ചെറിയ മെസ്സേജും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ 6 മണി നമസ്കാരം നടത്താൻ നേരം തിരികളെല്ലാം കെടുത്തിയൊക്കെ വെക്കുന്നതൊക്കെ ഇനിയും തൊട്ട് നോട്ടീസ് ചെയ്തു. എല്ലാം എപ്പോഴും ആരും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കത്തൊന്നുമില്ല. നമ്മളതൊക്കെ മനസ്സിലാക്കി ചെയ്യണം. ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി 3 മണിക്കൂർ സമയം. അടുത്തത് 9th അവർ പ്രയർ എന്ന് പറയുമ്പോൾ 9 മണി സമയത്താണ് കർത്താവ് ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നിട്ട് പറഞ്ഞ ഒരു വാക്യം എന്താണ്? യേശുക്രിസ്തുവേ ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ എല്ലാം നിവൃത്തിയായി, സകലതും പൂർത്തീകരിച്ച ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. കർത്താവ് ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവൻ വെടിഞ്ഞ സമയമാണ് 9th അവർ പ്രയർ, 9th അവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരണം അനുഭവിച്ച സമയം, ആ മരണം അനുഭവിച്ച സമയത്ത് നമ്മൾ ചെയ്യുന്നതായ പ്രാർത്ഥന അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിന്റെ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ നിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ച് നിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഞങ്ങൾ മരിച്ചവരെ എല്ലാ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആ സമയം അല്ലേ? ഞാനത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അവന് കുരിശില് അവനെ കല്ലറ കൊണ്ടുവച്ചെങ്കിലും ആത്മാവിൽ അവൻ ചെന്നു. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. എങ്കിലും ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകൊരുക്കുന്ന സമയം അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. തടവ് എന്ന് പറയുന്നത് പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. അതാണ് ഹേദസ്, ഷിയോൾ. ആ അടിമത്തത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തു, റിഡംഷൻ. അതിനുശേഷം കർത്താവ് റെഡീം ചെയ്തവർക്ക് പറുദീസായുടെ അനുഭവം കൊടുത്തു. നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലായിരിക്കും എന്നാണ് പറഞ്ഞു, കള്ളനോട് പറഞ്ഞു. അത് ആ പറുദീസാണ്, പാരഡൈസ് എന്ന് പറയുന്നത്, പറുദീസയുടെ അനുഭവം. അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുള്ള സംസർഗമാണ്. ഇനി പാതാളത്തിൽ വന്ന് വീണ്ടെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിന് പകരമാണ് യോഹന്നാൻ 6:53-54 എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കൊടുക്കത്തെ നാളെ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ മാംസം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന എങ്ങനെ വേണം? ഓരോരുത്തരും തന്നെത്താൻ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്. എങ്ങനെ വേണം അതിന്? ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്യുന്നതാണ് കൺഫെഷൻ, കുമ്പസാരം എന്ന കൂദാശ. നിങ്ങളാരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ സ്വർഗത്തിലും മോചിക്കപ്പെടും, നിങ്ങൾ മോചിക്കാതിരിക്കുന്ന പാപം സ്വർഗത്തിലും മോചിക്കപ്പെടാതിരിക്കും. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് അങ്ങോട്ട്. പിതാക്കന്മാർ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ക്രമീകരിച്ചു തന്നെ. അതാണ് 9-ാം മണി നമസ്കാരത്തിന്റെ പ്രാർത്ഥന. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന് പറയാനായിട്ടുള്ളത്. ഇനി അരമണിക്കൂർ നമുക്കുണ്ട്. നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സന്തോഷമേ ഉള്ളൂ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഓരോരുത്തരായിട്ട് പതിയെ ചോദ്യം ചോദിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്തേക്കണം. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ചോദ്യം ചോദിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യുക. അച്ഛാ, ഒരു ക്വസ്റ്റ്യൻ ഉള്ള, നമ്മള് മലങ്കര ഓർത്തഡോക്സ് വിഭാഗം മാത്രമേ ഉള്ളൂ ഈ 7 യാമങ്ങളുടെ ഇത് ചെയ്യുന്ന, അതോ എല്ലാ ഓർത്തഡോക്സ്? അല്ലല്ല, എല്ലാ ഓർത്തഡോക്സിലും ഉണ്ട്.
എല്ലാ ഓർത്തഡോക്സിലും അവരുടെ പ്രാർത്ഥനകളൊക്കെ കുറച്ച് വ്യത്യാസമായിരിക്കും എന്നേ ഉള്ളൂ. ഈ 7 hourly പ്രേയേഴ്സ് ഓർത്തഡോക്സ് ട്രഡീഷനിലുള്ള എല്ലാവർക്കും ഉള്ളതാണ്. ഇനിയും ആ 7 hourly പ്രേയേഴ്സ് എപ്പോഴും നമ്മൾ വീട്ടുകാർക്ക് അങ്ങനെ നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ 2 യാമങ്ങളിലായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്കൊരു ലീനിയൻസി കിട്ടിയിട്ടുണ്ട്. 2 യാമങ്ങളിൽ. എപ്പോഴൊക്കെയാ? രാവിലെയും വൈകിട്ടും. എങ്ങനെയാ പ്രാർത്ഥിക്കണം? അതിന് ക്രമീകരണം ഇന്ന് വൈകിട്ട് നിങ്ങൾ വീട്ടിൽ നടത്തുന്ന പ്രാർത്ഥനയിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമല്ലോ. കൗമായ ചൊല്ലി അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, പിന്നെ മോറാൻ യേശുവിച്ച്, മിനിമം ചെറിയ പ്രയർ ആണെങ്കിൽ പോലും, ഷോർട്ട് വേർഷൻ ആണെങ്കിൽ പോലും ആ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ സത്യത്തിൽ വ്യാഴാഴ്ചയുടെ 9-ാം മണി നമസ്കാരത്തിൻ്റെതും മോറാൻ യേശുമിശിഹ എന്നുള്ളത് വരുമ്പം വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരത്തിൻ്റെതുമാണ്. അപ്പം വ്യാഴാഴ്ച 9-ാം മണി, വെള്ളിയാഴ്ച സന്ധ്യ, വെള്ളിയാഴ്ച സൂത്താറ, അത്രയും 3 hourly പ്രേയേഴ്സ് ഇന്ന് വൈകിട്ട് നടത്തണം. നാളെ രാവിലെ എഴുന്നേറ്റ്, വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് നടത്തേണ്ടത് രാത്രി നമസ്കാരം, ഉറക്കമില്ലാത്തതുകൊണ്ടുള്ള എൻ്റെ കർത്താവേ, പിന്നെ പ്രഭാത പ്രാർത്ഥന, കർത്താവെ നിന്നെ സ്തോത്രം ചെയ്യുന്നു, ഉന്നതമായ അതിനിടയ്ക്ക് വരുന്ന പ്രാർത്ഥനകളെല്ലാം പിന്നീട് 3-ാം മണിയുടെയും 6-ാം മണിയുടെയും പ്രാർത്ഥനകളും കൂടെ കൂട്ടിയാണ് രാവിലെ നടത്തുന്നത്. 4 യാമങ്ങൾ രാവിലെ, 3 യാമങ്ങൾ തലേദിവസത്തെ ലിറ്റർജിക്കൽ ഡേയുടെ 9-ാം മണി, അന്നത്തെ സന്ധ്യ സൂത്താറെ, പിന്നെ കിടക്കുന്നതിന് മുമ്പ് ശയന നമസ്കാരവും, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ശയന നമസ്കാരവും. അങ്ങനെയാണ് വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ ഓർത്തഡോക്സ് ചർച്ചസിലും hourly പ്രേയേഴ്സ് ഉണ്ട്, 7 hourly പ്രേയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അടുത്ത ചോദ്യം. ഈ ലിലിയോ എന്തുവാ? കോൺഫറൻസിനെല്ലാം പോകുമ്പോ രാവിലെ ലിലിയോ രാത്രി നമസ്കാരം. അത് ഏത് മണിയാ? രാത്രി മിഡ്നൈറ്റ് പ്രയർ. അല്ല, അതിനിങ്ങനെ 7 യാമങ്ങളിൽ പെട്ടതല്ലേ ലിലിയോ? അതെ, അതെ ലാലി ആന്റി, അതല്ലേ നമ്മള് ഈ 7 യാമം പറയിപ്പിക്കട്ടെ. 7 ഏതൊക്കെയാന്ന്? സന്ധ്യ, സൂത്താറ, രാത്രി. രാത്രി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് പ്രയർ ആണ്. അത് നമ്മള് പ്രഭാത നമസ്കാരത്തിന് മുമ്പായിട്ട് നടത്തും. അതാ ലിലിയോ. രാത്രിക്കാണ് 4 യാമ പ്രാർത്ഥനകളൊക്കെ ഞാൻ പറഞ്ഞത്. അതിന്റെ പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസസ് ഒക്കെ പറഞ്ഞു. ആ രാത്രി നമസ്കാരത്തിനകത്ത് നമ്മള് കർത്താവിന്റെ പുനരുത്ഥാനം, പിന്നെ കഷ്ടാനുഭവം, പുനരുത്ഥാനം, ഈവൻ കർത്താവിന്റെ ജനനം, അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ എന്നുള്ള സമയത്ത് ഒക്കെ പറഞ്ഞില്ലായിരുന്നു. അതാണ് രാത്രി നമസ്കാരം. വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഉറക്കമില്ലാത്തതുകൊണ്ടുള്ള അതാണ് രാത്രി നമസ്കാരത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതാണ് ഈ രാവിലെ 6 മണിക്ക് ചൊല്ലുന്നത്. അത് രാവിലെ അത് ഞാനിപ്പോ പറഞ്ഞല്ലോ. ആ 4 പ്രാർത്ഥനകൾ, രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, 3-ാം മണി, 6-ാം മണി, ഇത്രയും 4 യാമങ്ങൾ ഒന്നിച്ച് രാവിലെ ചൊല്ലുന്നതിന് കുഴപ്പമില്ല. 6 മണിക്ക്. 6-നും 7-നും 8-നും എപ്പോഴേലും ചൊല്ലണം, അത്രേ ഉള്ളൂ. അല്ല, സാധാരണ നമ്മള് കോൺഫറൻസിന് പോകുമ്പോ എപ്പോഴും 5 മണിക്കോ 6 മണിക്കോ ലിലിയോ ഉണ്ടെന്ന്. അതെ, അത് തന്നെ ലിലിയോ. അത് തന്നെ ലിലിയോ എന്ന് പറയുന്ന രാത്രി നമസ്കാരത്തെ ഉദ്ദേശിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ ആന്റി. ക്വസ്റ്റ്യൻസ് ചോദിക്കുക. 1/2 മണിക്കൂറും ചോദ്യം ചോദിക്കണം. അതിനാ ഞാൻ സാധാരണ ഇങ്ങനെ ഫ്രീ ടൈം ഒന്നും തരുന്നതല്ല. അപ്പോൾ ഉറപ്പായിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കും ചോദ്യങ്ങൾ. സ്ത്രീ സമാജത്തിൽ നല്ലതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു കുഴപ്പമില്ല. ഈ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നടത്തുന്ന ശവസംസ്കാരത്തിന്റെ അവസാനം എന്തിനാ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത്? അതെ, മാലാഖമാരുടെ സ്തുതിപ്പാ ചൊല്ലുന്ന. എല്ലാ ശവസംസ്കാരത്തിന്റെ പ്രാർത്ഥനകളിലെല്ലാം നമ്മുടെ മാലാഖമാരുടെ സ്തുതിപ്പുണ്ട്. അതായത് എന്തിനാ ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, അതിന് തൊട്ട് മുമ്പ് നടത്തുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാല് മൃതശരീരത്തിൽ തൈലം ഒഴിക്കുകയും മണ്ണിടുകയും ചെയ്യും, അല്ലേ? എന്നിട്ട് പ്രാർത്ഥിക്കും. എന്തിനാ ആ പ്രാർത്ഥന ആ സമയത്ത് പ്രാർത്ഥിക്കും? ഓയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനകളിൽ നിന്നുള്ള സംരക്ഷണം. അപ്പൊ അതിനുവേണ്ടി പോകേണ്ടത് ആരാണ്? മാലാഖമാർ. മാലാഖമാർ.
അതുകൊണ്ട് ഈ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഒരു പരാമർശമുണ്ട്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ മാലാഖമാർ, ഈ ചെറിയവരിലാരെയും തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിലുള്ള അവരുടെ മാലാഖമാർ ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഇതൊരു ഏഞ്ചലോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളൊരു കൺസെപ്റ്റ്. അതായത് ഓരോ ശിശുവിനും ഓരോ മാലാഖമാരുണ്ടെന്നും ഓരോ വ്യക്തിക്കും ഒരു കാവൽ മാലാഖ ഉണ്ടെന്നും അതിൻ്റെ അവരുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഏറ്റെടുക്കുന്നു എന്നും ഒന്നുള്ളതാണ്. അപ്പോൾ ആ മാലാഖമാരുടെ ഈ മൃതശരീരം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ദുഷ്ടാത്മസേനകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു പ്രാർത്ഥന അവിടെ ചൊല്ലുന്നത്. അതാണ് അതിന്റെ സാങ്കത്യം. താങ്ക് യു. No worries. അച്ഛനിപ്പം പ്രാർത്ഥനകളുടെ മീനിങ്ങും അതിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞു തന്നു. അപ്പം 7 കനോണിക്കൽ പ്രേയേഴ്സിന്റെ റീസണും അതിൻ്റെയൊക്കെ പറഞ്ഞു തന്നു. പക്ഷെങ്കിൽ ഇതിപ്പം നമ്മൾ പള്ളിയിലാ ഇത് ചൊല്ലുന്നെങ്കിൽ അത് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പറഞ്ഞ് അത് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവും. ബട്ട് ദെൻ ഇഫ് യു നോട്ടീസ്, നമ്മൾ വീട്ടിലൊക്കെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ രാത്രി സന്ധ്യ പ്രാർത്ഥന ചെയ്യുവാണെങ്കിൽ തന്നെ ഈ കൗമ പ്രാർത്ഥനയും ഇതും എല്ലാം ഇങ്ങനെ ചൊല്ലുമ്പം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ വായിച്ചങ്ങ് ബൈഹാർട്ട് അറിയാവുന്നവരിങ്ങനെ വായിച്ചങ്ങ് പോകും. അതിൻ്റെ അർത്ഥം അറിയാവോ, അതിൻ്റെ മനസ്സിലാവുന്നുണ്ടോ ഒന്നുമല്ല, ജസ്റ്റ് അത് തീർക്കണം എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞങ്ങ് പോവുക. അപ്പം ഈ ഓരോ കനോണിക്കൽ പ്രേയേഴ്സിനും അതിൻ്റെ കുറേ ഒരു ചൊല്ലുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ വെറുതെ ചൊല്ലിയിട്ട് പോകുന്നേക്കാളും നല്ലത് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത്, ബെറ്റർ. അത് അതിനകത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പഴയ നിയമത്തിലെ ഒരു സംഭവമാണ്. ദാവീദ് ഗോലിയാത്തുമായിട്ട് യുദ്ധം നടത്തുന്നു. അപ്പോൾ ഒരാളിത് പ്രസംഗിക്കുക, ദാവീദിൻ്റെ ഗോലിയാത്തിനെ കൊല്ലുന്ന സംഭവം പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗകൻ പറയുകയാണ്, നീ വാളും വടിയുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്നൊരു പ്രസംഗകൻ പ്രസംഗിച്ചാൽ അതിനകത്ത് തെറ്റുമല്ലോ ഉണ്ടോ? നീയോ വാളും വടിയുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല, തെറ്റില്ല. തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്. ഉണ്ട്. എന്താ തെറ്റ്? യേശു അപ്പൊ നസറായനായ ജനിച്ചിട്ടില്ലല്ലോ. യേശു ജനിച്ചിട്ടില്ല. അപ്പൊ ഉണ്ടതാ കാര്യം. സത്യത്തിൽ അത് തെറ്റാണെന്ന് ചോദിച്ചാൽ ഇനി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ട്രിനിറ്റി പറയുമ്പോൾ ഒരുപക്ഷെ തെറ്റില്ലെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇപ്പം ഇതൊരു കൺഫ്യൂഷനായി. അപ്പം ഈ നമ്മളെപ്പോഴും വാചാപ്രാർത്ഥന നടത്തുമ്പം ആ പ്രാർത്ഥനാ ശൈലികൾ ഒരുപക്ഷെ നമുക്ക് അറിയണമെന്നില്ല. എന്തോ നമ്മൾ നടത്തുന്നത്, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറുക, നമ്മുടെ പ്രതിസന്ധി മാറുക, അങ്ങനെയല്ല. ഈ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് എന്ത് കിട്ടിയാലും ഇല്ലേലും. നിങ്ങളതിന് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 6. വെൻ വി ആർ സെയിങ് താങ്ക് യു, എപ്പോഴാണ് ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണോ, ആഫ്റ്റർ വി റിസീവിങ് സംതിങ് ആണോ താങ്ക് യു പറയുന്നത്? എപ്പോഴാണ് ഹോൾ ഹാർട്ടഡ്ലി താങ്ക് യു എന്ന് നമ്മൾ പറയുന്നത്? എപ്പോഴാണ്? ആഫ്റ്റർ റിസീവിങ് അല്ലേ? പക്ഷെ ബൈബിൾ വായിച്ച് ബൈബിളിനകത്ത് എന്നാ പറയുന്നതെന്ന് നോക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. That means when we are giving the application, you have to praise him, you have to thank him. already received it. അതാ നമ്മളപ്പോ അതതിന്റെ ശൈലി അതാ. അപ്പോൾ നമുക്കത് എപ്പോഴും മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അതിനകത്ത് ധാരാളം ഒത്തിരി തിയോളജിക്കൽ ആൻഡ് നമുക്ക് ആ പ്രാർത്ഥനാ ശൈലികളെല്ലാം അറിയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രാർത്ഥനയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ഓരോ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ചെയ്യേണ്ടത്
വാട്ട് വി ആർ മിസ്സിങ്, ദ സോൾ ഓഫ് പ്രയർ അല്ലേ? അതല്ലായിരുന്ന പോയിന്റ്. ദ സോൾ ഓഫ് പ്രയർ, വി ആർ മിസ്സിങ് ദ സോൾ ഓഫ് പ്രയർ. അതുകൊണ്ട് ട്രൈ ടു പുട്ട് ദ സോൾ ഇൻ ദാറ്റ് പ്രേയേഴ്സ്. അതാണ് ആവശ്യം. അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പ്രാർത്ഥിച്ചാലും ഈ പറയുന്ന പോലെ എല്ലാം സോൾ ഇല്ലാതെ മെക്കാനിക്കലായി പോകും. അല്ല, വാചാപ്രാർത്ഥന നടത്തിയാലും ഇത് തന്നെ. വാചാപ്രാർത്ഥന നടത്തിയാൽ നമുക്ക് അതിൻ്റെ ഫ്രേസസും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ചെയ്യാം, ദൈവത്തെ മനസ്സുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാമെന്നുള്ളതല്ല ഒന്നുമില്ല. അതേസമയം നമുക്ക് ഈ ലഭ്യമായിരിക്കുന്ന പ്രാർത്ഥന തിയോളജിക്കലി കറക്റ്റായിട്ട് അതിൻ്റെ സോളോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഈ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെയെങ്കിലും അർത്ഥമെങ്കിലും മനസ്സിലാക്കിയിട്ട് നമ്മൾ യാമപ്രാർത്ഥനകൾ നടത്തി നോക്കി. ഇറ്റ് വിൽ മേക്ക് ഡിഫറൻസ്. അതുകൊണ്ട് ഈ നമ്മുടെ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് വാചാപ്രാർത്ഥന നടത്താൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അതാരും ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന നടത്തിയതിന് ശേഷം വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനകളാവാം. ബിക്കോസ് നമ്മൾ ഈ പ്രയറിന് പല തലങ്ങളുണ്ട് നമ്മുടെ ആരാധനയിൽ. ഒന്ന് പേഴ്സണൽ പ്രയർ, അത് നമുക്ക് എവിടെ നിന്നും നടത്താം. നിങ്ങളുടെ ജോലി സ്ഥലത്തിരിക്കുക, ഈവൻ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ എവിടെ നടത്താം പേഴ്സണൽ പ്രയർ. ഓൾസോ യു ആർ കോൾഡ് ആസ് എ ഫാമിലി മെമ്പർ, മേ ബി എ ഫാദർ, എ മദർ, എ കിഡ്, ഹൂഎവർ, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആകാം, അല്ലെങ്കിൽ വല്യപ്പനും വല്യമ്മയാകാം. ആ ഫാമിലി പ്രയർ നടത്തുക എന്നുള്ളത് വളരെ മച്ച് ഇമ്പോർട്ടൻ്റ്. അതാണ് രാവിലെയും വൈകിട്ടും ഫാമിലി ആയിട്ട്. നിങ്ങൾക്ക് ഷിഫ്റ്റാണ് ജോലിയെങ്കിൽ ഷിഫ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണം. വീട്ടിലുള്ളവർ ബാക്കിയുള്ളവരെ കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കണം. അതുകൂടാതെ ഞായറാഴ്ചയും മൊറാനായി വരുന്ന ആളുകളും നൊയമ്പ് ഉപവാസങ്ങളും ഇതെല്ലാം കാനോനിക്കൽ പ്രയറിനകത്ത് വരുന്ന, അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കത്തോലിക്കരാണെങ്കിൽ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ദിവസത്തെ പറയുന്നത് എന്നാ ദിവസം എന്നാണ് പറയുന്നത്? കടമുള്ള ദിവസം എന്നാണ് പറയുന്നത്. നമുക്ക് ആരോടും കടവില്ല, ദൈവത്തോടും കടവില്ല, പോയാൽ പോയി, ഇല്ല. അപ്പോൾ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒതുങ്ങുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി ഫാമിലി ഉണ്ട്, കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എല്ലാം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ പറയുന്ന അവരെല്ലാവരും ഒരു മനപ്പെട്ട് അല്ലേ, ഒരു മനപ്പെടുക, ഒരു മനം ഒന്നായി തീരുക. ഇരുമയാണെങ്കിലും മനം ഒന്നായി എന്ന് കൊണ്ട് പാട്ടുകാരൻ പാടിയ പോലെ ഒരു മനപ്പെടണം, ഒരു മനസ്സിലേക്ക് വരണം. അത് കമ്മ്യൂണിറ്റി ആയിട്ട് വരണം, അത് നമ്മുടെ ചർച്ചായിട്ട് വരണം, അത് ഒരേ അപ്പത്തിൻ്റെ അംശികളാകുക. ഇതെല്ലാം വേദപുസ്തകത്തിൽ നിന്നുള്ള ട്രഡീഷൻ. അവർ കൂടി വരികയും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അത് ശൗത്തോ ഫൂസോ എന്ന് പറഞ്ഞാൽ ആ സംസർഗം, പരസ്പരമുള്ള കൊയിനോണിയ, അതവർ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് എല്ലാവരും കൂടെ ഒരേ രീതി ഹാർമോണിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരാൾ ഒരു വാചാപ്രാർത്ഥന നടത്തി, വേറൊരു വാചാപ്രാർത്ഥന നടത്തി, ദർ ഇസ് നോ ഹാർമണി. എന്നാൽ ഈ സ്വർഗീയ മാലാഖമാരെല്ലാവരും കൂടെ വന്നു നിന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ മാലാഖമാർ 6 ചിറകുള്ള സ്രോപ്പേ മാലാഖമാർ വന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു നിന്നു. എന്നിട്ട് അവരെല്ലാം പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്നാ അവര് പ്രാർത്ഥിച്ചേ? ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോളി 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 ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അതാണ് യൂണിറ്റി ഇൻ പ്രയർ. അപ്പൊ അതുണ്ടാകണം, അതുണ്ടായേ പറ്റൂ. അതിന് എഴുതപ്പെട്ട പ്രാർത്ഥനകളെ പറ്റൂ. അതല്ലാതെ ഒരാള് ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പം ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും ഒരു ആമീൻ പറഞ്ഞെന്ന് പറയുമ്പം എല്ലാവരും ഹല്ലേലൂയ ആമീൻ പറയാനാ പറയുന്നത് തന്നെ ഹല്ലേലൂയ. അതല്ല യൂണിറ്റി. അതുകൊണ്ട് ആ യൂണിറ്റി ഇൻ പ്രയർ അത് വളരെ മസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എസ്കേൽ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ച്, എസ്കേൽ ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 12. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു, യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പിറകിൽ കേട്ടു. അപ്പോൾ സ്വർഗീയ മാലാഖമാരെല്ലാവരും പറയും, അതാ നമ്മൾ പറയുന്നത്, എന്നേക്കും തന്റെ ഇടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാണ്. ബ്ലെസ്ഡ് ഈസ് ദ ഗ്ലോറി ഓഫ് ദി ലോർഡ് ഫ്രം ഹിസ് പ്ലേസ് ഫോർ എവർ. ഇത് മാലാഖമാരുടെ സൈന്യം മുഴുവൻ ഒറ്റ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എഴുതപ്പെട്ട് തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനയെല്ലാം എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനകളുടെയും വേദോസ അടിസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈവൻ വിശ്വാസ പ്രമാണം ഉൾപ്പെടെ സകല പ്രാർത്ഥനകളും വേദപുസ്തകത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് സ്വർഗ്ഗസ്ഥനായ പിതാവേ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. അത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു.
സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഹമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങൾ സ്തുതിച്ചു പറയുന്നു. ഇത് മാലാഹമാരുടെ സ്തുതിപ്പ. അപ്പം ഈവൻ ദോ there were so many legions of angels, ഒറ്റ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചേ, ഹോളി ഹോളി ഹോളി, അല്ലെങ്കിൽ ബ്ലെസ്ഡ് ഈസ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഫ്രം ഹിസ് പ്ലേസ് ഫോർ എവർ. അതാണ് ഹാർമണി ഇൻ പ്രയർ. ആ ഹാർമണി ഇൻ പ്രയർ ഉണ്ടാകണമെങ്കിൽ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ നിങ്ങൾക്ക് മിസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് യു ലോസ്റ്റ് ദ സോൾ ഓഫ് പ്രയർ. ട്രൈ ടു പുട്ട് ദ സോൾ ആൻഡ് പ്രേ ദാറ്റ് പ്രയർ. അതാ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വാചാപ്രാർത്ഥനയല്ല, അതിനേക്കാൾ ഉപരി പിതാക്കന്മാർ വേദപുസ്തകത്തിൽ നിന്ന് വേദോസാടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥനകൾ ഒരു മനപ്പെട്ട് നല്ല മനസ്സോടെ പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങൾ വാചാപ്രാർത്ഥന എപ്പോഴും ചുമ്മാ മുഴങ്ങുന്ന എമ്പും ചിലമ്പുന്ന കൈത്താളവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ഇതെല്ലാം വ്യത്യാസം വരും. അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഈ പ്രാർത്ഥനകൾ നല്ല മനസ്സോടൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ വാചാപ്രാർത്ഥന നടത്തുന്നതിനേക്കാളും നല്ല ഉത്തരങ്ങൾ കിട്ടും തീർച്ചയായും. അച്ഛാ, നിന്നാൾ സ്തുതിയുടെ രാജമകൾ നമ്മുടെ ബൈബിളിലെ ഏത് പോർഷാന്ന് പറയാം? അതുപോലെ നയവാനും ചാർത്തും നീതിയും. ഓക്കെ, നിന്നാളെന്നല്ല, നിന്നാൾ. അവൾ നിന്നു എന്നാ കേട്ടോ, അവൾ നിന്നു. നിന്നാൾ, നിന്നാളെന്ന് പറയരുത്. ചുമ്മാരും ഒക്കെ അത് മാറ്റി ചൊല്ലുന്നുണ്ട്. അതെല്ലാം കുർബാനക്രമത്തിൽ കിടപ്പുണ്ട്. അതിന്റെ എല്ലാം പോർഷൻ 45-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നുള്ളത്. അതെ, അത് നിങ്ങളുടെ പുതിയ കുർബാനക്രമം ഇല്ലേ? ഇല്ല അച്ഛാ, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ സൈഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ജീവനുള്ള ബലി എന്നുള്ള ആ കുർബാനക്രമത്തിലാണ്. ജീവനുള്ള ബലി എന്നുള്ളതിനകത്തുണ്ട്. മറ്റേതിനകത്തുണ്ട്, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിനകത്തും ഉണ്ടല്ലേ? മേക്ക് ഷുവർ ചെയ്തോട്ടെ തരാം. അതിന്റെ സൈഡിൽ നോക്കിയാൽ മതി. അതെ, സൈഡിലുണ്ട്. സൈക്ലിക് പ്രേയേഴ്സ് കേട്ടോ. കുക്കിലിയോൻ എന്ന വാക്കിന്റെ അർത്ഥം സൈക്ലിക് പ്രേയേഴ്സ് എന്നാണ്. സൈക്കിൾ എന്ന് എഴുതിയിട്ട് മലയാളത്തിൽ ഒന്ന് വായിച്ചേ. കിക്കിളി എന്ന് വായിക്കത്തില്ലേ? ഇല്ലേ? എന്നൊരു ചാർമ്മം കൊടുത്ത് നോക്കി. അപ്പോ സൈക്ലിക് പ്രേയേഴ്സ് ആണ് കുക്കിലിയോൻ. അതിനകത്ത് ഒരു എഗ്ബോ വരും, ഓലോ വരും, പിന്നീട് ബോസോ വരും. അങ്ങനെയാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടെല്ലാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിനൊരു എഗ്ബോ വരും, ഭക്തർ പുകഴ്ച ഭാജനമേ. കോലോകൾ മാറി മാറി വരും. മറിയാമിന് സ്മരണം പാടാം, മന്നമകൾക്കായി ശ്ലോമം പാടാം, ദൈവത്തിൻ മാതാ മറിയാമിനും സ്വീകരണം നേടി. ഇങ്ങനെ കോലോകൾ 4 ഉണ്ട് അതിന്. പിന്നെ അവസാനം ബോസോ, നിർത്തിയിടരുതേ പരിശുദ്ധേ, മോറാനീശോ കുരിശും നീ എന്നുള്ളതൊക്കെ മാറി മാറി ബോസോകളും മാറി മാറി വരും. എഗ്ബോകളല്ല, ഒറ്റ എഗ്ബോ മാത്രമേ കാണുകയുള്ളൂ. മറ്റേതൊക്കെ ചേഞ്ച് ചെയ്യാം. ഇൻട്രൊഡക്ഷനും എഗ്ബോയും ഒന്നും മാത്രമേ. അതാണ് സൈക്ലിക് പ്രേയേഴ്സ് കുക്കിലിയോ. അതിനകത്ത് ദൈവമാതാവ്, പരിശുദ്ധന്മാർ, പിന്നീട് വാങ്ങിപ്പോയ ആചാര്യന്മാർ, വിശ്വാസികൾ, അതിനുശേഷം വെല്ലും ശത്രുക്കളെ, സ്ലീബായുടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കർത്താവിന്റെ മരണത്തോടെ മറ കീറിപ്പോയി, നമ്മൾ വീണ്ടും എന്തിനാ മറ ഇടുന്നത്? വായിച്ചു. എബ്രായ ലേഖനം 9-ാം അധ്യായം എടുക്കുക. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. 9-ന്റെ ഒന്നോട്ട് വായിച്ചു. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. അതിനെപ്പറ്റി പറയുകയാണേ. ഓക്കെ, വായിച്ചു. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. അതെ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. ഓക്കെ, ഹോൾഡ് ഓൺ. എത്രാം തിരശ്ശീലയ്ക്ക് പിന്നില? രണ്ടാം തിരശ്ശീലയ്ക്ക്. ഓക്കെ. അപ്പൊ എത്ര തിരശ്ശീല ഉണ്ട്? 3 വേണ്ട, ഇപ്പൊ ഉള്ളത് 2 പറഞ്ഞാൽ മതി. പോട്ടെ, നമുക്കൊന്ന് കുറച്ചേക്കാം.
അതായത് ഹോളി ഓഫ് ഹോളീസ് അതാണ് മദ്ബഹ. പിന്നെ ഹോളി പ്ലേസ് എന്ന് പറയുന്നതാണ് കെസ്ത്രൂമോ, അഴിക്കകം അല്ലെങ്കിൽ നമസ്കാരം നടത്തുന്ന സ്ഥലം. പ്രാകാരം, നെയ്വ്, ഏറ്റവും പടിഞ്ഞാറ് വശത്തേതാണ് നാടകശാല എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ പോർട്ടിക്കോ, പൂമുഖം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ നാടകശാല എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ മലയാളത്തിലൊന്നും ബൈബിള് എഴുതി കിട്ടിയിട്ട് 1800-കളിലൊക്കെയാണ് നമുക്ക് കിട്ടി. അതിനു മുമ്പേ ഒന്നും നാടകശാല എന്ന് പറയുന്നത് ഈ പറയുന്ന മാർഗംകളി, പരിചയമുട്ടുകളി, അങ്ങനെയുള്ള ഈ നാടൻ കലാരൂപങ്ങൾ വഴിയായിട്ടൊക്കെ ആയിരുന്നു ഈ സുവിശേഷം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കലാരൂപങ്ങൾ വഴിയായിട്ടായിരുന്നു. ഇപ്പോൾ പരിചയമുട്ടുകളിക്കകത്ത് ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നിടത്തൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. മോശ തന്റെ ആടുമേയ്ക്കാൻ കാനനത്തിൽ നിൽക്കുന്നേരം തരികടയെന്തത് ഹൃദയ. ഇത് വേദോസത്തിൽ നിന്നല്ല, ഇവരിങ്ങനെ ആ പരിചയമുട്ടുകളിൽ നിന്ന് വല്ല മാർത്തോമാസ്ലീഹ, കനായിത്തൊമ്മനും മാർത്തോമാസ്ലീഹയും ഒക്കെ ഇവിടെ വന്ന കാര്യങ്ങള് മാർഗം കളിയിൽ നിന്ന് അല്ലേ, അങ്ങനെയുള്ള നാടൻ കലാരൂപങ്ങൾ വഴിയായിട്ടായിരുന്നു. അതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ 4-മത്തെ പടിഞ്ഞാറ് വശത്തായിരുന്നു. അവിടെ അവിശ്വാസികളാണ് സത്യത്തിൽ നിൽക്കുന്നത്. ഇനിയും തൊട്ട് പടിഞ്ഞാറ് വശത്ത് പോയി നിൽക്കുന്നവർ സൂക്ഷിച്ചോണം. ഔട്ട്സ്റ്റാൻഡിങ് ആൾക്കാർ, അണ്ടർസ്റ്റാൻഡിങ് ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടല്ലോ. ബേസ്മെന്റിൽ അണ്ടർസ്റ്റാൻഡിങ്, പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നവർ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ. ഓക്കെ, അപ്പൊ അവിടെ ഈ കലാരൂപങ്ങൾ വഴിയായിട്ട് പഠിപ്പിച്ചത് കൊണ്ടാണ് അതിനെ നാടകശാല എന്ന് പറയുന്നത്. ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരം, പിന്നീട് ഹോളി പ്ലേസ്. ഇപ്പൊ രണ്ട് തിരശ്ശീലകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഒന്നാം തിരശ്ശീല എവിടെ ആയിരിക്കും? അപ്പം ഈ രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലാണ് അതിവിശുദ്ധം, ഹോളി ഓഫ് ഹോളീസ്. മദ്ബഹ എന്ന് പറയുന്നത് ജസ്റ്റ് ബിഹൈൻഡ് ദ സെക്കൻഡ് കർട്ടൻ. ക്ലിയർലി സേസ് ഇൻ ഹീബ്രൂസ് chapter 9 and also in Exodus chapter number 40. 2 തിരശ്ശീലകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലാണ് ഹോളി ഓഫ് ഹോളീസ്. അപ്പൊ ഒന്നാം തിരശ്ശീല എവിടെ ആയിരിക്കും? അതായത് ഹോളി പ്ലേസും ഹോളി ഓഫ് ഹോളീസും തമ്മിൽ വേർതിരിക്കുന്നതാണ് സെക്കൻഡ് കട്ടൻ. അങ്ങനെയാണെങ്കിൽ എവിടെ ആയിരിക്കും ഫസ്റ്റ് കട്ടൻ? എവിടെ ആയിരിക്കും? ഹോളി പ്ലേസും നെയ്വും ആൾക്കാർ നിൽക്കുന്ന ഇടവും തമ്മിൽ വേർതിരിക്കുന്നതായിരുന്നു ഫസ്റ്റ് കട്ടൻ, അല്ലേ? ഇനി ഇപ്പൊ നമ്മള് ഈ ഹോളി പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തന്നെ ഏത് കാര്യം വരെ അവിടെ ചെയ്യുന്നേ? നമസ്കാരം നടത്തുമ്പോ നമ്മൾ എന്ത് വരെ ചെയ്യും അവിടെ? പഴയ നിയമ വായന വരെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതെല്ലാം അവനിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് കാണിക്കാനാണ് നിന്മാതാവ് വിശുദ്ധന്മാർ ചൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ വെടി നിറഞ്ഞൊരു ദിവസം മുതലുള്ള സമയം അകത്തേക്ക് എല്ലാവരും പോകുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രൊഫസി വരെയുള്ള പഴയ നിയമ സംഭവങ്ങളാണ് ഈ നമസ്കാരം നടത്തുന്നിടത്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത്രേ ഉള്ളൂ, അവിടുത്തെ തീമെല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ പഴയ നിയമ സംഭവങ്ങളിലുള്ള ഒരു കാര്യമാണ് ഈ ഹോളി പ്ലേസിലായിരുന്നു ഈ ആടിനെയും മാടിനെയും കാളയും എല്ലാം കൊന്നേച്ച് അതിന്റെ രക്തവും കൊണ്ട് വരുന്ന സ്ഥലമാണ് ഈ ഹോളി പ്ലേസ്. അതായത് ജനങ്ങൾ നിൽക്കുന്ന സ്ഥലവും ഈ ഹോളി പ്ലേസും തമ്മിൽ വേർതിരിക്കുന്നതായിരുന്നു ഒന്നാം കർട്ടൻ. മനസ്സിലായോ? അപ്പം യേശുക്രിസ്തു കാൽവരിയിൽ, നിങ്ങൾ ചോദിച്ച ചോദ്യം സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 27 വേഴ്സ് നമ്പർ 51 ഓൺവേർഡ്സാ. അപ്പൊ 27-51 മുതൽ വായിക്കുന്നു. യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ച സമയം എന്നാ സംഭവിച്ചു? പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ദേവാലയത്തിന്റെ മേൽ തൊട്ടടി വരെ രണ്ടായി ചീന്തിപ്പോയി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ ഈ കുഞ്ഞാടിന്റെ ബലി എന്നതിനെ നിർത്തലാക്കി. ഇനിമേൽ യാതൊരു കുഞ്ഞാടും അറുക്കപ്പെടേണ്ടതില്ല. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവരിയിൽ അറുക്കപ്പെട്ടു. അപ്പോൾ ഈ ഒന്നാം തിരശ്ശീല ജനങ്ങളും ഈ ഹോളി പ്ലേസിലേക്ക് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വരുന്ന സ്ഥലവും തമ്മിൽ അത് തമ്മിൽ ഇനിയും അതിന്റെ ആവശ്യമേ ഇല്ല. ആ തിരശ്ശീല കീറിപ്പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലാണ് ഹോളി ഓഫ് ഹോളീസ്. എന്നാൽ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുവാനും, ഓപ്പൺ ടു ഓൾ എന്നുള്ളത് മനസ്സിലാകുവാനും, എന്നാൽ പ്രധാന സമയത്തെ കാര്യങ്ങൾ, ഇപ്പൊ അൻപുടയോനെ, കണ്ണിപ്പിന്റെ ശുശ്രൂഷ, രഹസ്യാത്മകമായി ചെയ്യേണ്ട ആരാധനാ ക്രമീകരണങ്ങൾ സമയത്ത് മാത്രം മറയിടുകയും, അല്ലാത്തപ്പോഴും എപ്പോഴും ഓപ്പണാണ്. നിങ്ങളത് ഓർത്തിരുന്നോണം കേട്ടോ, എപ്പോഴും ഓപ്പണാണ്. അല്ലാത്തപ്പോൾ മാത്രമേ നമ്മൾ ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ തിരശ്ശീല ഇടുന്നുള്ളൂ എന്നുള്ളത് ഓർത്തോണം. ഇരുട്ടുണ്ടായി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് 6 മണി സമയം മുതൽ 9 മണി സമയം വരെ കണ്ണിപ്പിന്റെ ശുശ്രൂഷ. ഈ ഫ്രാക്ഷന്റെ ടൈമില് ദേശം മുഴുവൻ ഇരുട്ടുണ്ടായി എന്നുള്ളതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് തിരശ്ശീല ഇടുന്നത്.
കേട്ടോ. അതുകൊണ്ട് തൻ്റെ ദേഹം എന്ന തിരശ്ശീല ചിന്തി നമുക്ക് വേണ്ടി ജീവന്റെ പുതുവഴി ഒരുക്കി തന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അതുകൊണ്ട് തിരശ്ശീല കീറിപ്പോയി, അതുകൊണ്ട് ഓർത്തഡോക്സുകാർക്ക് തിരശ്ശീല വേണ്ടെന്നൊന്നും പറയരുത്. അത് ബോധമില്ലാതെ പറയുന്ന. ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? താങ്ക് യു. മൂന്നാം മണി നേരത്തെ പ്രാർത്ഥനയുടെ അച്ചു. മൂന്നാം മണി നേരത്ത് അങ്ങനെ ഒരു സ്പെസിഫിക് പ്രെയർ, ചെറിയൊരു പ്രെയർ എടുത്തു പറയത്തക്കവണ്ണം ഇല്ല. മൂന്നാം മണി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, 6 മണിക്കും ഇല്ലായിരിക്കും അല്ലേ? ഇല്ല, 3-നും 6-നും അങ്ങനെ ഒരു സ്പെസിഫിക് പ്രെയർ നമുക്ക് എടുത്തു പറയത്തക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനില്ല. ഡിപ്പെൻസ്, നമ്മൾ മാറി മാറി വരും. അതെല്ലാം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ദൈവമാതാവ്, വിശുദ്ധന്മാർ, അനുതാപം, സ്ലീബ എന്നിങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, തീമുകളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. അച്ഛൻ, എൻ്റെ ചോദ്യം, അച്ഛൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സുത്താറ നമസ്കാരം മെയിൻലി നമ്മൾ മാലാഖമാരുടെ കാവല ഒരു തീമെന്ന്. എൻ്റെ ചോദ്യം, നമ്മൾ പള്ളിയിലാണ് സന്ധ്യാസുത്താറ നമസ്കാരം കൂടുന്നതെങ്കിൽ സുത്താറയുടെ ആ സമയമാകുമ്പം ശുശ്രൂഷക്കാരൻ 2 തിരി കത്തിച്ച് പിന്നെ കാണുന്നുണ്ട് ശുശ്രൂഷക്കാരെല്ലാം 2 ലൈനായിട്ട് താഴെ നിൽക്കുന്നത്. അതെന്തിനാ സിംബലൈസ് ചെയ്യുന്നത്? 2 ലൈനായിട്ട് നിൽക്കുന്നത് പിന്നെ ധൂപ്രാർത്ഥന നടത്തുന്ന സമയത്ത് അവർ നിൽക്കുന്നു. അത് ആ ഒരു 2 വശങ്ങളിലായി ഉള്ള ആ ഒരു പ്രൊട്ടക്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത്. അല്ലാതെ നമ്മുടെ സൈന്യങ്ങളും നമുക്ക് വേണ്ടി അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ധൂപ്രാർത്ഥന നടത്തുന്ന സമയത്ത് 2 വശങ്ങളിലായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. അന്നേരം ദൈവമാതാവിൻ്റെയും പിന്നെ വിശുദ്ധന്മാരുടെയൊക്കെ മധ്യസ്ഥതയിലുള്ള കുക്കിലിയർ നമ്മൾ ചൊല്ലുന്ന സമയത്ത് വീണ്ടും മലാഹമാരുടെ ആ ഒരു സാന്നിധ്യത്തെയും പ്രൊട്ടക്ഷനെയും കാണിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നിൽക്കുന്നത്. ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ. 2 തിരി കത്തിച്ച് വെച്ചേക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ 2 ലൈനായിട്ടും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ പ്രൊട്ടക്ഷൻ കൂടുതൽ ഫീൽ ചെയ്യാനായിട്ട്. ഈ യാമ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമ്മൾ നിന്നുകൊണ്ട് ആണല്ലോ പ്രാർത്ഥിക്കുന്നേ. അതുപോലെ കുമ്പിടിയില് അതിന് എല്ലാ യാമ പ്രാർത്ഥനയിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെ, അതിന് മാറാനായ പെരുന്നാളുകളിലും ഇപ്പൊ 18 അടയ്ക്ക് കുമ്പിടിയിലില്ല. നമ്മൾ വി ആർ ഗോയിങ് ടു ഇനി അങ്ങോട്ട് കുമ്പിടാൻ പോവുക. അതുകൊണ്ട് ഒരു 18 ദിവസം, 3 നോമ്പ് മുതൽ വലിയ നോമ്പ് വരെയുള്ള 18 ദിവസങ്ങളിൽ കുമ്പിടിയിലില്ല. കുമ്പിട്ട് പ്രാർത്ഥിക്കുക, എപ്പോഴും നമസ്കരിക്കുക എന്ന പ്രോസ്ട്രേഷൻ എന്ന അതിനെ പറയുന്നത്. പ്രോസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഷ്ടാംഗങ്ങളും ദൈവസന്നിധിയിൽ കവിണ്ണ് വീണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സകലം സമർപ്പിക്കുക. പൊടിയോട് സമനും നിന്നിത മണ്ണും ഹീനനുമാം ഞാൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മളങ്ങ് പൊടിയോട് ചേരുന്നു എന്നുള്ള അർത്ഥത്തിൽ കർത്താവിന് പരിപൂർണ സമർപ്പണം. ഇപ്പൊ കുഷ്ഠരോഗി അതുപോലെ കർത്താവിനടുത്ത് വന്നവരെല്ലാം ചെയ്ത കാര്യം എന്നാ? നമസ്കരിച്ചു എന്നാ പറയുന്നത്. അവനെ നമസ്കരിച്ചു. അതുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയോട് പറയുന്നത് എന്നാ? സ്ത്രീയെ, പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, നമസ്കരിക്കേണ്ടത് ഈ മലയിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നമസ്കരിക്കേണ്ടത്, നമസ്കാരം, സത്യനമസ്കാരികൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കും. നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഓർത്തഡോക്സുകാര ആകണം. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ നേരായ സ്തുതി അർപ്പിക്കുന്നതാണ് സത്യനമസ്കാരികൾ. അപ്പൊ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുമ്പിടുക എന്നർത്ഥം. അതിനുവേണ്ടി അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കുമ്പിട്ട് തന്നെ നമസ്കരിക്കണം എന്നുള്ളതാണ്. പണ്ടെങ്ങാണ്ടൊരു ചിക്കൻ കുനിയ വന്നെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ കുമ്പിടാത്തത്. മുട്ടിന് വേദനയായിട്ട്. മുട്ടിന് വേദന, അത് തന്നെ. ഡോക്ടർ പറയുക, ഓടാൻ പറഞ്ഞാൽ ഓടും, യോഗ ചെയ്യാൻ പറഞ്ഞാൽ യോഗ ചെയ്യും. ഈ നമ്മുടെ ഈ ഹോളിസ്റ്റിക് ഹീലിംഗ് നമുക്ക് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. അപ്പോൾ നമ്മുടെ കുമ്പിട്ട് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും നമ്മൾ ഈ നടക്കാൻ പോകുന്നത് പോലെ തന്നെ അത് പിതാക്കന്മാർ ഇത് ചുമ്മാതൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ട് മാത്രമല്ല, അത് ഫിസിക്കൽ പ്രാക്ടീസ്. അതുപോലെ നൊയമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. ഈ നമ്മുടെ ആരാധനാക്രമം നല്ലതായിട്ടൊന്ന് ഫോളോ ചെയ്തേ, അതിനകത്തെല്ലാം ഉണ്ട്. ഇനിയിപ്പം നിങ്ങൾ ഈ 50 ദിവസം ഈ ആവശ്യമില്ലാത്ത
ഇറച്ചി മീനും എല്ലാം തിന്നുന്ന ഒന്ന് ഒഴിവാക്കിക്കേ, ഒന്ന് നോക്കി. അപ്പോൾ അത് ഇതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് കുമ്പിട്ട് നമസ്കരിക്കേണ്ട ദിവസങ്ങളിൽ കുമ്പിട്ട് തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കണം. ഈ സാഷ്ടാംഗ പ്രണാമം അത് 8 അംഗങ്ങൾ. സാഷ്ടാംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റി, മൂക്ക്, 2 കൈമുട്ടുകള്, 2 കാൽമുട്ടുകള്, 2 വിരലുകള്, കാൽപാദങ്ങൾ, അങ്ങനെ 8 അംഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുള്ള ഒരു നിലത്ത് ടച്ച് ചെയ്തുള്ള ഒരു പ്രാർത്ഥനയാണ്. 5 തവണ നേരെ നിസ്കരിക്കുള്ളതിലും മുസ്ലിങ്ങളുടെ നെറ്റിക്ക് നോക്കിയാൽ ആ നിസ്കാര തഴമ്പ് കാണാം. നമുക്ക് 7 നേരം പ്രാർത്ഥനയുണ്ട്. ഈ മുസ്ലിങ്ങൾ എങ്ങനെ പിന്നെ ഈ 5 സമയവും അവര് പോയി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന എങ്ങനെ? നമുക്കൊട്ട് 2 നേരം പ്രാർത്ഥിക്കാൻ പോലും ഒട്ടും സമയവും ഇല്ല. എന്നിട്ട് അവന്മാര് നമ്മള് നാടടങ്കം നടന്ന് ഇപ്പം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. നല്ല കാര്യങ്ങളെങ്കിലും ഫോളോ ചെയ്യണ്ടേ നമ്മള്? മേത്തനെ കാണുമ്പോഴേ നമുക്ക് ചൊറിഞ്ഞു കയറുക, മൊത്തം പ്രശ്നമെന്നാ പറയാൻ. പക്ഷെ നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യും മനുഷ്യരിൽ നിന്ന്. നമുക്ക് അതെല്ലാം ഇങ്ങനെ അവനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 നേരം പോലും പ്രാർത്ഥിക്കത്തില്ല, കുമ്പെടുത്തുമില്ല, ഒന്നുമില്ല. അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്കാവുമ്പോൾ. ഹിന്ദു ആചാരത്തിലും ഉണ്ടല്ലോ സാഷ്ടാംഗ പ്രണാമം, അല്ലേ? ആയിക്കോട്ടെ, അത് ഈ ഏൻഷ്യൻ റിലീജിയൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ആ ചോദ്യത്തിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് മറുപടി ഞാൻ തരാം. അവരിൽ നിന്ന് കോപ്പി അടിച്ചതല്ല. നമുക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാദേശിക ഇൻഡിജനൈസേഷനിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നൊരു കാര്യവുമല്ല അത്. ഇതെല്ലാം പിതാക്കന്മാർ നമുക്ക് ഇനി ഞാൻ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യം പറയാം. ഏൻഷ്യൻ റിലീജിയൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കേ. പറഞ്ഞേ, കുറച്ച് ഏൻഷ്യൻ റിലീജിയൻസിന്റെ പേര് പറഞ്ഞേ. ജൈനിസം, ഓക്കെ, ജൈനമതം, ചൈനയിൽ നിന്നുള്ള കൺഫ്യൂഷനിസം, ജപ്പാനിൽ നിന്നുള്ള ഷിൻഡോ മതം, യു നെയിം ഇറ്റ്, അല്ലെങ്കിൽ പേർഷ്യക്കാരുടെ സൗരാഷ്ട്രീയനിസം, ഓക്കെ, പേർഷ്യ മതം, ഓക്കെ, ഇത് എടുത്തു. ജൂതന്മാരാണ് ആദ്യത്തേത്. മെസപ്പൊത്തേമിയാണ് ആദ്യത്തെ സംസ്കാരം. ജുഡായിസം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. പിന്നീട് ഡെവലപ്പ് ചെയ്ത് പിന്നെ ക്രിസ്ത്യാനിറ്റി അതിനകത്ത് വരും. പിന്നീട് ഡെവലപ്പ് ചെയ്ത ഇസ്ലാം ഒക്കെ എടുത്തു. ഈ സംഭവം എല്ലാം ഇവിടെ ഉള്ളേ ഒറ്റ ഭൂഖണ്ഡത്തിലാണ്. ഇത് മുഴുവൻ ഒറ്റ കോണ്ടിനെന്റിലാണ് ഇതിന്റെ മുഴുവൻ ഒറിജിൻ. എവിടാ? ഏഷ്യ. നിങ്ങളിതൊക്കെ അറിഞ്ഞിരിക്കണം. ഏഷ്യ. ഈ റിലീജിയനിൽ മുഴുവൻ ഉള്ള സിസ്റ്റമാണിത്. മനസ്സിലായോ? ഈ റിലീജിയനെ മുഴുവൻ നോക്കിയാൽ ഇതിന് പല ഏകയോജിതകൾ കാണാം. നൊയമ്പാണെങ്കിലും ഉപവാസമാണെങ്കിലും കുമ്പിട്ട് നമസ്കരിക്കുന്നതാണെങ്കിലും എല്ലാം അതിനൊരു ഏകയോജിത. ആരും ആരിൽ നിന്നും കോപ്പി അടിച്ചൊന്നുമില്ല. ആകപ്പാടെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാവുന്നത് ക്രിസ്ത്യാനിറ്റി ജൂഡായിസത്തിൽ നിന്ന് നമ്മുടെ ആരാധനാ ശൈലികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടേച്ച് മുസ്ലിങ്ങൾ അവർ നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കോപ്പി അടിച്ചാണേലും നന്നായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്ന കാര്യങ്ങൾ. അതല്ലാതെ ഹിന്ദുക്കളിൽ നിന്ന് അവർക്ക് നമ്മുടെ അത്രയൊന്നും കുമ്പിട്ട് നമസ്കരിക്കാനൊന്നും അവരോട് പറയുന്നൊന്നുമില്ല. അവര് രാവിലെ അമ്പലത്തിൽ പോവുകയാണെങ്കിലും മര്യാദയ്ക്ക് കുളിച്ചാ പോകുന്നത്. നമ്മള് പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ ഒന്ന് അവര് ഒരു തുളസി കതിരൊക്കെ ഇങ്ങനെ തലയിലൊക്കെ വെച്ച് ഈറനോടുകൂടി വൃത്തിയായിട്ട് പോകും. അവര് സൂര്യ നമസ്കാരം ചെയ്യുവച്ച രാവിലെ. സൂര്യൻ കിഴക്കോട്ട് നോക്കി നമസ്കരിക്കും അവര്. അത് നല്ല റിച്വലാണ്, വൺ ഓഫ് ദ റിച്വൽസ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അച്ഛാ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ആൾക്കാർ ചെയ്യുന്നില്ല, എടുക്കുന്നില്ല, അങ്ങനൊക്കെ ഉള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് പ്രോബ്ലം നമുക്കറിയാം. കുറച്ച് പേര് വേണ്ടതുപോലെ ചെയ്യുന്നു, കുറച്ച് പേര് തോന്നിയ പോലെ ചെയ്യുന്നു. പക്ഷേ വി നീഡ് മോർ എഡ്യൂക്കേഷൻ. ഇപ്പം എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ കല്യാണം കഴിച്ച് ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവരും പിന്നെ ഈ പിള്ളേരൊരു ഏജ് കഴിഞ്ഞുമാണ് ഇവർ വേറെ മറ്റ് സഭകളുമായിട്ടൊക്കെ കൂടി ഈ ഒത്തിരി ക്വസ്റ്റ്യൻസും ഇതിനകത്തിലുള്ള കൺഫ്യൂഷൻസും ഒക്കെ വരുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാമോദീസായും സ്ഥൈര്യലേപനവും കുർബാനയും എല്ലാം കൂടെ മാമോദിസ സമയത്ത് എല്ലാം കൂടെ കൊടുക്കും. ഈ തലത്തൊട്ടപ്പൻ എന്ന് തലത്തൊട്ടമ്മ എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല.
അവർ വന്നൊന്ന് തളത്തിലിട്ടിട്ട് അവരവരുടെ സ്ഥലം വിടും. ദർ ആർ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഓൾ ദീസ് പീപ്പിൾ. പിന്നെ ബർണാസ് തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നപ്പം കൺഫർമേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയായിരുന്നു. മാമനച്ചനും ഒക്കെ അറിയാം. മാമനച്ചനും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് ഓൾ ഓഫ് എ സഡൻ ആരോ എന്തോ കുറ്റം പറഞ്ഞു, അതങ്ങ് നീങ്ങി. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് നീങ്ങി നടത്തില്ല. വി മേ ഹാവ് ടു റീഡു ദോസ് തിങ്സ്. കാര്യം എന്നാ വെച്ചാൽ കൊച്ചുങ്ങൾക്ക് ഈ കുമ്പസാരവും പ്രാർത്ഥനയും ഒക്കെ സൺഡേ സ്കൂളിൽ കുറച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ വന്ന പേരൻസിനും ഇപ്പോഴുള്ള പിള്ളേർക്കും കുറച്ച് ആൾക്കാർക്ക് അറിയാം, അറിയാവുന്നവർക്ക് നല്ലതായിട്ട് അറിയാം, പലർക്കും ഇതേപ്പറ്റി അവെയർ അല്ല. ഹൂസോയെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഇവരെല്ലാവരും വന്ന് ഞായറാഴ്ച നേരം വെളുത്ത് ഹൂസോയെ കൊടുക്കുമ്പോൾ ഓടി വന്ന് ഹൂസോയെ പ്രാപിച്ച് ഓടിപ്പോയി ഒരു കുർബാനയെ എടുത്ത്, ഇതെല്ലാം ടേക്ക് ഇറ്റ് ഈസി. ഇതൊക്കെ ഒരു കളികളാണ് ചിലർക്ക്, ഒരു കുഞ്ഞു കളി. അവിടെ എന്ത് നിൽക്കുന്നു. ഐ എം സോറി ടു സേ ഇറ്റ്. പക്ഷേ വി നീഡ് ലോട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടു ദ റൈറ്റ് പീപ്പിൾ. ഈ കല്യാണം കഴിച്ച് വരുന്ന സുഹൃത്തുക്കളും ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പം കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയത്തില്ല. ഈ ഓർത്തഡോക്സിലെ ഡിസിപ്ലിൻസ് ഇസ് എ വെരി സ്ട്രിക്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസിപ്ലിൻസ്. അത് പഠിക്കാതെ വന്നിട്ട് ഓർത്തഡോക്സുകാർ അവിടെ ചെന്നാൽ കുർബാന കൊടുക്കുമോ? ഈ സെയിം ക്വസ്റ്റ്യൻ 10 പ്രാവശ്യം ചോദിക്കും. എല്ലാ കോൺഫറൻസും ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യനാണ്, ഓർത്തഡോക്സുകാരെന്താ അവർക്ക് കുർബാന കൊടുക്കാത്ത? ഇതൊക്കെ വി നീഡ് മോർ എഡ്യൂക്കേഷൻ. ഈ കല്യാണം കഴിക്കാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. എന്തോ ഞാൻ ചോദ്യത്തിന്റെ ഇന്റൻഷൻ എനിക്ക് മനസ്സിലായി, മറുപടി പറയട്ടെ? ഓക്കെ. പ്രസ്താവനയായിരുന്നു, ചോദ്യമല്ല. ഞാൻ അതിനോട് ചേർന്ന് പറയുക. ക്വസ്റ്റ്യൻ അല്ലെന്ന് എനിക്കറിയാം, ഒരു സജഷനും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മളത് നടത്തണം. 2 കാര്യങ്ങൾ താഴെത്തൊട്ട് തുടങ്ങാം. ഈ MGOCSMലെ കുഞ്ഞുങ്ങൾ എന്നേക്കാളും ഭംഗിയായിട്ട് അവർ 8 നിറങ്ങളിൽ പാടുകയും യാമപ്രാർത്ഥനകൾ നടത്തുകയും കുമ്പിടുകയും നൊയമ്പ് നോക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചു തലമുറയുടെ കാര്യം ഞാനീ പറയുന്നത്, MGOCSMുമായിട്ട് ബന്ധപ്പെട്ട്. ഇടയ്ക്ക് പ്രശ്നം വന്നതെന്ന് പറയുന്നത് പിന്നെ നമ്മളെപ്പോലുള്ള ഗൾഫിലും അവിടെ ഇവിടെയും ഒക്കെ താമസിച്ചിട്ട് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നവരും അല്ലെങ്കിൽ നാട്ടിലുള്ളവരും ആ ഒരു തലമുറയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു കാര്യവും കിട്ടിയിട്ടില്ല. എഡ്യൂക്കേഷൻ്റെ അഭാവം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പ്രായമായവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ സുറിയാനി ആയിരുന്നെങ്കിൽ തന്നെ അവർ അന്നൊക്കെ ഉച്ചയ്ക്ക് ഒക്കെ കുമ്പിട്ട് നമസ്കരിച്ചിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഒരു സമയത്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ് ടു റീഗെയിൻ ദീസ് ട്രഡീഷൻസ്. ആൻഡ് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഇവിടുത്തെ അമേരിക്കയിലെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, കോൺഫറൻസിൽ തന്നെ ലിലിയോ എന്നുള്ള വാക്ക് കേൾക്കുന്ന, അല്ലെങ്കിൽ കോൺഫറൻസുകൾ കൂടും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ എനിക്കറിയാം, എൻ്റെ പള്ളിയിലുള്ളവരും മറ്റുള്ള പള്ളികളിലുള്ള കുഞ്ഞുങ്ങൾ അവരൊത്തിരി പേരുണ്ട് കുമ്പിട്ട് നമസ്കരിക്കുക, അതിൻ്റെ അർത്ഥം അറിയുകയും അത് മനസ്സിലാക്കി ചെയ്യുകയും ചെയ്യുന്ന ഒരു തലമുറ നമുക്ക് വളർന്നു വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ബർണാസ് തിരുമേനി ഉണ്ടായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കൺഫർമേഷൻ വളരെ നല്ലൊരു കാര്യമാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ദൈവാലയത്തിൽ പോയി കർത്താവിനെ 3 ദിവസം പള്ളിയിൽ മിസ് ചെയ്തു പോയപ്പം കർത്താവിന് എത്ര വയസ്സായിരുന്നു? 12. ഇത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഈ 12 വയസ്സം കൊണ്ട് പൂർത്തിയാകുമ്പം യഹൂദന്മാർക്ക് ഇപ്പോഴും ഉള്ളൊരു ട്രഡീഷനാണ് ബെർമിത്സ്വ എന്ന് പറയും. ബെർമിത്സ്വ എന്ന് പറഞ്ഞാൽ ദ സൺ ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ മകൻ, അല്ലെങ്കിൽ സൺ ഓഫ് ലോ എന്നും അർത്ഥമുണ്ട്, നിയമത്തിൻ്റെ മകൻ. എന്തോ ആ പരിപാടി എന്ന് ചോദിച്ചാൽ, ഇസ്രയേലെ കേൾക്കുക, ക്ഷേമ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം, ഒരു മെറ്റലിനകത്ത് ഒരു പട്ടയ്ക്കകത്ത് ചുരുട്ടി ഇവിടെ ഇങ്ങനെ ഒരു തോൽ വാറും കൊണ്ട് എഴുതി ഇവിടെ ഇങ്ങനെ വെക്കും, നെറ്റിക്ക് ഒട്ടിച്ചു വെക്കും, കെട്ടിവെക്കും. ശരീരത്തല്ല, ഈ തോൽവാറുകൾ ചുറ്റിയിട്ട് ഈ ക്ഷേമായും മറ്റ് ബൈബിൾ വാക്യങ്ങളെല്ലാം ദേഹത്ത് ഇങ്ങനെ ചുറ്റി വെക്കും. അത് അവരുടെ ഒരു പാരമ്പര്യമായി. 12 വയസ്സ് പൂർത്തിയാകുമ്പം അത്രയും നാളും he was a student. Now he is able to ഇത് ഡിബേറ്റ് ചെയ്യാനും ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാനുമുള്ള പ്രായമാണ് ഈ 12 വയസ്സ് പൂർത്തിയായി 13 വയസ്സ് തുടങ്ങുമ്പോൾ. അവരിപ്പോഴും ആമ്പിള്ളാരാണ് ബെർമിത്സ്വ എന്ന് പറയും, പെമ്പിള്ളാരാണ് ബെസ്മിസ്വ എന്ന് പറയും, ദ ഡോട്ടർ ഓഫ് ലോ എന്ന അർത്ഥത്തിൽ. അപ്പോൾ 12 വയസ്സ് വരെ സൺഡേ സ്കൂൾ പഠിച്ചു. അതിനുശേഷം അവൻ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പോയിരുന്ന് 3-ാം ദിവസം ഒരു ചെല്ലുമ്പോൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടെ? പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കും. ആ ടൈമാണത്, മനസ്സിലായി? അപ്പം തീർച്ചയായിട്ടും ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്കും അത് അഭിപ്രായം തന്നെ ഉണ്ട്. നമുക്കത് 12-ാം വയസ്സിൽ ഈ പറയുന്ന കൺഫർമേഷനും
അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ സൺഡേ സ്കൂളിൽ അത് പഠിക്കുക. ഇന്നിപ്പോൾ നമുക്ക് സൺഡേ സ്കൂളിൽ പഠിച്ച് ക്ലാസ്സുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മാത്രം നമ്മളങ്ങ് പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും ഒന്നുകൂടെ അവരെ ഒന്ന് റീഅഫേം ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ്. നല്ല സജഷനാണ്. അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. അത് ബർണബാസ് തിരുമേനി ചെയ്ത കൺഫർമേഷൻ അല്ല, ഇത് ഡെഡിക്കേഷൻ ആയിരുന്നു. അല്ല, കൺഫർമേഷൻ ആയിരുന്നു. ഡെഡിക്കേഷനാ. വാട്ടെവർ യു നെയിം ഇറ്റ്. ബട്ട് കൺഫർമേഷൻ നമ്മൾ പറയുമ്പോൾ സ്ഥൈര്യ ലേപനം എന്നൊരർത്ഥമുണ്ട്. ക്രിസ്മേഷൻ എന്നുള്ള അർത്ഥത്തിനും കൺഫർമേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അത് സമർപ്പണ ശുശ്രൂഷയാകാനാണ് സാധ്യത. നമുക്ക് ആ വാക്കിന്റെ അർത്ഥം നോക്കണ്ട, നമുക്കത് കറക്റ്റ് വേർഡേ ഉപയോഗിക്കുള്ളൂ. ഇനിയും തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ഇതാണ് അതിനർത്ഥം. യേശുക്രിസ്തു അത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ആ ഒരു സംഭവം വേണ്ട വിധം എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ചോദിച്ചോ സിനി. ഞാൻ സെന്റ് ഗ്രിഗോറിയോസ് ഡാളസി എന്നുള്ളതാ. ഞങ്ങളുടെ ചർച്ചിന്റെ വികാരി എന്ന് പറയുന്നത് ജോയലച്ചൻ ഇത് 12 വയസ്സായ എല്ലാ പിള്ളേരെയും ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷമുള്ള എല്ലാ പിള്ളേർക്കും ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദിസ് ഈസ് വൈ. ഇതെല്ലാം വേദോത്സവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ. വേദോത്സവത്തിൽ നിന്നല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന പിതാവ് ഇത് പറഞ്ഞു, എന്ന പിതാവ് ഇത് പറഞ്ഞു എന്നല്ലല്ലോ, ബൈബിളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്താൽ മതി. അപ്പോൾ എന്നെ ഇപ്പോൾ 64-70 പേരോളം കേട്ടല്ലോ. വീട്ടിൽ മര്യാദയ്ക്ക് പ്രാർത്ഥന നടത്ത്, രാവിലെ പോയിട്ട് മരുമോളും ഒക്കെ കേൾക്കട്ടെ. ഞാൻ ലാസ്റ്റ് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഈ ഡെഡിക്കേഷൻ ആയാലും കൺഫർമേഷൻ ആയാലും എന്തായാലും അച്ഛൻ പറഞ്ഞത് 100% കറക്റ്റ് ആവും. MGOCSന് പോകുന്ന പിള്ളേർക്ക് they get thorough knowledge about everything. അവരെല്ലാം നോയമ്പ് നോക്കും, അവർ കുമ്പിടും, അവർ ലിലിയോ പ്രാർത്ഥിക്കും, അവർ ഷീമ പ്രാർത്ഥിക്കും. ഇവിടെ നമുക്ക് ചിക്കാഗോ വെച്ച് കോൺഫറൻസ് നടത്തിയപ്പം പൗലോസ് ബാബ പോലും സർപ്രൈസ്ഡ് ആയിട്ട് പറഞ്ഞു, ഇവിടുത്തെ പിള്ളേർ ഇത്ര നാട്ടിലെ പിള്ളേർ പോലും പാടാത്ത പോലെ ഷീമ നമസ്കാരം കറക്റ്റ് ആയിട്ട് പാടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ ഈ MGOCSMന് പിള്ളേരെ പോകാൻ എൻകറേജ് ചെയ്താൽ മൈ കിഡ്സ് ആർ മോർ ഓർത്തഡോക്സ് ദാൻ മീ. അവർ MGOCSM വഴി പഠിച്ചതാണ് ഇതൊക്കെ. അത് വെരി ഇമ്പോർട്ടന്റ്. അതിന് പേരൻസ് എൻകറേജ് ചെയ്യുക. ഡെഡിക്കേഷൻ നമ്മുടെ ഇപ്പൊ ഒന്നും തിരിച്ചു കിട്ടാനാവാത്തത് നഷ്ടപ്പെട്ടിട്ടില്ല. ഓർത്തഡോക്സിയിലേക്ക് എനിക്ക് തോന്നുന്നു, ഈ ഓർത്തഡോക്സിയിലേക്ക് കൂടുതൽ സഭാവിഭാഗങ്ങളെല്ലാം കടന്നു വരുമെന്നാണ് എൻ്റെ വിചാരം. ഓർത്തഡോക്സിയിലേക്ക് അനേകർ കടന്നു വരും. ഓർത്തഡോക്സിയാണ് യഥാർത്ഥ സത്യാന്വേഷകർ കടന്നു വരും, യാഥാർത്ഥ്യം അന്വേഷിക്കുന്നവർ. പെരിഫറലായിട്ട് അവിടെ ഇവിടെയും ചെറിയ സമാധാനത്തിനും സന്തോഷത്തിനും പോകുന്നവർ ഒരു പക്ഷേ നിൽക്കില്ല. എങ്കിലും അവർ പോയിട്ട് തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനൊരു മാറ്റം, വലിയൊരു കൊടുങ്കാറ്റ്, ഓർത്തഡോക്സിയുടെ കൊടുങ്കാറ്റ് അടിക്കുമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അച്ഛാ, ഈ നമ്മുടെ ഓർത്തഡോക്സിലെ എല്ലാ റിച്വൽസും ഒരു സൈക്യാട്രിക് ഡോക്ടർ പറഞ്ഞതാ, ഇഫ് യു ഫോളോ ഡെഫിനറ്റ്ലി ഈ കുമ്പടിയിലും ഒക്കെ ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് ഫോർ ദ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ. അത് ആ റിച്വൽസ് അതുപോലാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. മതാചാര്യന്മാർ ചെയ്തിട്ടുള്ള എല്ലാ റിച്വൽസും, ഏർലി മോർണിംഗിൽ എഴുന്നേറ്റു, കുളിച്ചു, പ്രാർത്ഥിക്കാനിരുന്നു, മുട്ട് ഇങ്ങനെ കുമ്പിടുക, ദാറ്റ് ഫോളോ ദാറ്റ് വെരി സ്ട്രിക്ട്ലി. ഇറ്റ് ഹെൽപ്സ് ഹോളിസ്റ്റിക്കലി. അത് നമ്മൾ മറ്റുള്ളവർ, നമുക്കറിയാവുന്നവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഐ ഹോപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ഡിസിപ്ലിൻ. ഇതൊരു സ്ട്രിക്റ്റ് നല്ല ഡിസിപ്ലിനാണ്. അത് ഫോളോ ചെയ്യാനായിട്ട് ഇത് അച്ഛൻ പറഞ്ഞ പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് വേറെ ക്വസ്റ്റ്യൻസ് വല്ലതും ചോദിക്കാം. ഇവിടെ ഒരു എഴുതിയിട്ടുണ്ട്, വൈ വി സേ ആൻഡ് ടു യു ബിലോങ്സ് പ്രൈസ് ഓഫ് ഗോഡ് ബാറയ്ക്കുമാർ. അത് ഗ്രാജുവലി സഭയിൽ വളർന്നു വന്നൊരു സിസ്റ്റം. ദൈവത്തിന് യോഗ്യമാകുന്നു ബാറയ്ക്കുമാർ എന്നുള്ളത് അതൊരു കീർത്തനമാണല്ലോ. ആ കീർത്തനത്തിന്റെ എൻഡിങ്ങിൽ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു കാര്യം, എൻഡിങ്ങിന്റെ ഒരു കൺക്ലൂഡിങ് പാർട്ട് നമ്മൾ വീണ്ടും റിസൈറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സങ്കീർത്തനങ്ങൾക്ക് മാത്രമേ നമ്മളത് പറയാറുള്ളൂ, സാംസിന് മാത്രം. ബട്ട് നോട്ട് ആഫ്റ്റർ ന്യൂ ഓർ ഓൾഡ് ടെസ്റ്റ്മെന്റ് റീഡിങ്. ദാറ്റ്സ് വൈ. അപ്പം അതൊരു ഗീതം കൺക്ലൂഡ് ചെയ്യുന്ന എൻഡിങ് പാർട്ട് എന്നുള്ള രീതിയിൽ സങ്കീർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി, ഞാൻ പറഞ്ഞല്ലോ, ജുഡായിസത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്.
വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാറായെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു എവരി വൺ. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷം ഇത്രയും ഒന്ന് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിച്ചു. നിങ്ങൾ ഷെയർ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഈ ഓർത്തഡോക്സി നിങ്ങൾക്ക് കുമ്പിട്ട് മൊത്തം വളഞ്ഞങ്ങ് കുമ്പിടാൻ മേലേലും ഒന്ന് പ്രാർത്ഥനകളൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുക. വീട്ടിൽ പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങൾ പാട്ടൊക്കെ പാടി വാചാ പ്രാർത്ഥനയൊക്കെ നടത്തിക്കോ. നമ്മുടെ ഈ കുഞ്ഞി പ്രയറുകളല്ല ഉള്ളൂ, എന്നാ സമയം എടുക്കും, ഒരു 5-10 മിനിറ്റ് അല്ല ഉള്ളൂ. അത് സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് നടത്തിക്കുക. നമ്മുടെ പിതാക്കന്മാരൊക്കെ കാണാതിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കെല്ലാം പ്രിന്റഡ് കോപ്പി, മലയാളം വേണേൽ മലയാളം, ഇംഗ്ലീഷ് വേണേൽ ഇംഗ്ലീഷ്, മംഗ്ലീഷ് വേണേൽ മംഗ്ലീഷ്, സകലതും ഉണ്ട്. ഈ യാമപ്രാർത്ഥനകൾ നടത്താം. നമ്മൾ പരീക്ഷ എഴുതുന്നതിനേക്കാൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു 10 പേര് പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടോ. പരീക്ഷ എഴുതിക്കൂ, പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടാൽ വലിയ സന്തോഷമായിരിക്കും. വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, രാവിലെ വൈകിട്ട് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് പേഴ്സണലായിട്ട് ഇനിയും പേരൊന്നും വെക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഒന്ന് അയച്ചു തന്ന്, അല്ലെങ്കിൽ ഒന്ന് ഇനി ഒന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഫലം അതാണ്. അതുകൊണ്ട് പരീക്ഷ ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. പരീക്ഷ നടക്കട്ടെ. എനിത്തിങ് എൽസ്?